എൻ്റെ പേര് ചെറുവയൽ രാമൻ എന്നാണ്. ഞാൻ വയനാട്ടിലെ കമ്മന ചെറുവയൽ രാമൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ പരമ്പരാഗത കർഷകരാണ്. വയനാട്ടിലെ ഇന്നും കർഷകനായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ളത്, ഒരു കർഷകൻ നിലയ്ക്ക്. അതിന് കർഷകൻ എന്നാൽ പിന്നെ എല്ലാവർക്കും കർഷകൻ്റെ പത്മശ്രീ കിട്ടണ്ടേന്ന് പറയും. അതല്ല, ഞാൻ 65 നെൽവിത്തുകൾ, വയനാടിൻ്റെ പൈതൃക നെൽവിത്തുകൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്. 100% പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞങ്ങൾ വയനാട്ടിലെ കുറിച്ച വിഭാഗമാണ്. ഞങ്ങൾ പരമ്പരാഗതമായി കൃഷിക്കാരാണ്. അത് ഇന്നലല്ല തുടങ്ങിയത്. കാരണം എന്നാണോ നാം അരിഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്, ആ കാലഘട്ടം മുതൽ ജീവിക്കാൻ വേണ്ടി എടുത്ത തൊഴിലാണ് കൃഷിപ്പണി. ഞങ്ങൾ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന വ്യക്തികളാണ്. കൂട്ടുകുടുംബമാണ് ഏതാണ്ട് 10, 100, 60, 70, 80 അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആളുകൾ. ഞങ്ങൾക്ക് ആരെയും ആശ്രയമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അതാണ് വയനാട്ടിലെ കുറച്ചുകൂടെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പിന്നെ മാത്രമല്ല, പഴശ്ശി രാജാവിൻ്റെ ഇടം കൈയായി നിന്നുകൊണ്ട് ബ്രിട്ടീഷിനോട് ഞങ്ങൾ പടപൊരുതിയ ആളാണ്. ബ്രിട്ടീഷിനോട് ഞങ്ങൾ പടപൊരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴശ്ശിയുടെ വരവ്. അങ്ങനെയാണ് പഴശ്ശി ഞങ്ങളുമായി സന്ധി ചെയ്ത് ബ്രിട്ടീഷിൻ്റെ പടയെ തുരത്താനുള്ള ഒളി യുദ്ധത്തിൽ കൂടി ബ്രിട്ടീഷ് പടയെ ഒതുക്കിയത്. ഏതാണ്ട് ഒരു 30 വർഷത്തിൻ്റെ മുകളിലായി ഞാനിത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് ഓരോരുത്തരോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ വിത്തുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും, പഴമേൽ വിത്തുണ്ടോ എന്ന് ചോദിക്കും. പൈതൃക വിത്തുണ്ടെങ്കിൽ അവരോട് പറയും എനിക്ക് കുറച്ച് വേണമെന്ന് പറയും. അങ്ങനെ മേടിച്ചുകൊണ്ടിരുന്ന ഈ വിത്തുകൾ ഇങ്ങനെ ഓരോരുത്തരും നഷ്ടപ്പെടുത്തുമ്പോൾ അവരിൽ നിന്ന് മേടിച്ചു വരുന്ന വിത്തുകൾ ഇതൊക്കെ. വിത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓരോ വിത്തുകളും 1 സെൻറ്റ്, 1.5 സെൻറ്റ്, 2 സെൻറ്റ് വെച്ച് ഓരോ നെൽവിത്തുകളും കൃഷി ചെയ്ത് അങ്ങനെ വിത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ബിസിനസ്സല്ല, കച്ചവടമല്ല, വിറ്റ് പൈസാക്കലല്ല, ഇത് നിലനിർത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കൂ. വയനാട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ 60 തരം വിത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 60 തരം വിത്ത് എന്ന് പറയുമ്പോൾ പല മോഡൽ വിത്തുകളാണ്. അതായത് 200 ദിവസം വിത്തിട്ട് വിളവെടുക്കാൻ 200 ദിവസം വരും. ഒരു ഇനം 150 ദിവസം വരും, ഒരു ഇനം 120 ദിവസം വരും, ഒരു ഇനം 90 ദിവസം വരും. അങ്ങനെ 4 ടൈമുകളിലായി വിളയേണ്ട നെൽവിത്തുകളാണ് എൻ്റെ കൈവശമുള്ളത്. ആദ്യം 200 ദിവസമുള്ളത് ഇടും. അതിട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് 150 ഇടുക. 150 ഇട്ട് പിന്നെ ഒരു മാസം കഴിയുമ്പോഴാണ് 120 ഇടുക. 120 ഇട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് 90 ദിവസം ഇടുക. വിളവാകുമ്പോൾ ഡിസംബർ വിളവാകുമ്പോൾ എല്ലാം ഒരേപോലെ. അപ്പോൾ നമ്മൾ വിത്തിടുന്നു, വിത്തിട്ട് നേഴ്സറി ആയിട്ട് വിത്തിടുന്നു, അത് പറിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നു, കണ്ട ഒരുക്കിയിട്ട് നാട്ടുന്നു. അപ്പോൾ ഓരോ സെൻറ്റ് 1.5 സെൻറ്റ് ഓരോ ഇനം ചെയ്യും. അപ്പം ഓരോ സെൻറ്റും ഓരോ ഇനം ചെയ്യുമ്പോൾ ഓരോ വിത്തുകൾ ഒരു 200 ഗ്രാം വെച്ചാണ് ഇടുക. നഴ്സറി ആയിട്ട് 200 ഗ്രാം വിത്തായിട്ട് ഇടുക. അതിട്ടാണ് പറിച്ചിടുന്നത്. അത് പറിച്ച് ഉണക്കി കൊണ്ടുവന്ന് വിളവെടുത്ത് നാട്ടി കഴിഞ്ഞ് വിളവെടുത്ത് പിന്നെ കൊണ്ടുവന്ന് കൊഴിച്ച് പിന്നെ നമ്മൾ ഉണക്കി ഇതുപോലെ തറയിലിട്ട് 7, 8, 10 ദിവസം രാത്രിയും പകലും മഞ്ഞും വെയിലുള്ള കൊള്ളിച്ച് ഉണക്കി അങ്ങനെ സൂക്ഷിച്ച് വെക്കുക. ഓരോ ഇനങ്ങൾ ഒരു 3, 4, 5 കിലോത്തിൽ കൂടുതൽ കിട്ടില്ല. എല്ലാം കൃത്യതയോടെ ഉണ്ട്. എങ്ങനെ എത്ര വിളവിൽ മുക്കണം, എത്ര വിളവിൽ എടുക്കണം, എങ്ങനെ ഉണക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ വളരെ കൃത്യതയോടെ കുറേ കാര്യങ്ങൾ അതിനെ പറ്റി വിവരിക്കാനുണ്ട്. അത് വിത്തുകൾ പോകാൻ പല കാരണങ്ങളുണ്ട്. ഹരിത വിപ്ലവം വന്നല്ലോ. ഹരിത വിപ്ലവം വന്നപ്പോൾ നമുക്ക് തനതായ എല്ലാ വിത്തുകളും നഷ്ടപ്പെടുന്നുണ്ടല്ലോ. പച്ചക്കറിയാണെങ്കിലും പഴങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും പിന്നെ എന്തിനേറെ പറഞ്ഞ് നമുക്ക് പാല്, മുട്ട, ഇതൊക്കെ നമുക്ക് തനതായിട്ടുള്ള കോഴികളെ കിട്ടാതായി, പശുവിനെ പാൽ കിട്ടാതെ, നാടൻ പശു പോലത്തുള്ള പശുക്കളെ കിട്ടാതെയായി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വിത്തുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പോഴാണ് അതിൽ നിന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിത്തുകൾ ഇങ്ങനെ സൂക്ഷിക്കാൻ തുടങ്ങിയത്.
ചിലവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. പാട്ട് പാടുന്നവന് പാട്ട് കൊണ്ടായിരിക്കും താല്പര്യം, കഥ പറയാൻ പറ്റുന്ന ആളുകൾക്ക് കഥയായിരിക്കും താല്പര്യം, കവിത പാടുന്ന ആളുകൾക്ക്, ചൊല്ലുന്ന ആളുകൾക്ക് കവിത ആയിരിക്കും താല്പര്യം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെയാണ് എനിക്കും ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായി. കാരണം വെച്ചാൽ ഇത് പിന്നെ മാത്രമല്ല, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വിത്ത് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ തനിമ ഉണ്ടാക്കിയെടുക്കുക ബുദ്ധിമുട്ടാണ്. വിത്തുണ്ടാവും, നമുക്ക് ടെക്നോളജി വെച്ച് നമുക്ക് ഹൈബ്രിഡ് വിത്തുകളൊക്കെ നമുക്ക് പിന്നെ യൂണിവേഴ്സിറ്റിക്കാർ ഇറക്കുന്നുണ്ട്. അതുപോലെ അല്ലല്ലോ നമ്മളൊരു പൈതൃക വിത്ത്, തനതായ വിത്ത്, പ്രകൃതിയുടെ വരദാനമായി കിട്ടിയ വിത്ത് അങ്ങനെ അല്ലല്ലോ. അത് പോയാൽ കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് ത്യാഗം ചെയ്തും അത് നിലനിർത്തുക എന്ന കാഴ്ചപ്പാട് ഞാൻ കൊണ്ടുപോകണം. തലമുറ കൈമാറി വന്ന വിത്തായതുകൊണ്ട് എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് ആർക്കാ പറയാൻ പറ്റുക? ഇപ്പോൾ ഞാൻ ഈ വീട് 154 വർഷം പഴക്കമുള്ള ഈ വീട് തന്നെ 4 തലമുറ കഴിഞ്ഞ വീടാണ്. അപ്പോൾ ഈ 4 തലമുറയ്ക്കപ്പുറത്ത് തന്നെ ഈ വിത്തും ഉണ്ടാവുമല്ലോ. വൈക്കോൽ മേഞ്ഞ വീടാണ്. അന്ന് കാരണന്മാർ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച വീട്, അത് ഇന്നും ആ വൈക്കോൽ മേഞ്ഞ വീടും ആ വയനാടിൻ്റെ തനിമയുള്ള വീടുകൾ നിലനിർത്തിക്കൊണ്ടും പോകുന്നുണ്ട്. ആ വീടിൻ്റെ ഗുണം എന്താണ്, ആരോഗ്യത്തിന് എത്ര കണ്ട് ഗുണമുണ്ട് എന്നൊക്കെ ഞാൻ ആ വീടിനെ പറ്റിയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന് കാലാവസ്ഥ പഴച്ചു, മണ്ണിൻ്റെ ജൈവ സമ്പത്ത് ഘടന പോയി, ജൈവവളം പോയി, കാലാവസ്ഥ പഴച്ചു ഒക്കെ വരുമ്പോൾ ഇന്നത്തെ കൃഷിയും ഈ പറഞ്ഞ പോലെ മോശത്തിലേക്ക് പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം പണ്ട് കർക്കിടകം തുടങ്ങുമ്പോൾ നമ്മൾ കൃഷിപ്പണി തീർന്നെങ്കിൽ ഇപ്പോൾ കർക്കിടകം തുടങ്ങുമ്പോൾ വിത്ത് ഇടാൻ തുടങ്ങിയതേയുള്ളൂ. എന്തോരു മാറ്റം നോക്കിയേ. അത്ര കണ്ട് കാലാവസ്ഥ മാറിയിട്ടുണ്ട്. കാരണം കർക്കിടകത്തിട്ടാൽ ഇപ്പം പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, നവംബർ മാസമാകുമ്പോൾ മഴ മാറിയല്ലോ. നവംബർ മാസവും മഴ മാറി, ഒക്ടോബർ നവംബർ കഴിയുമ്പോഴേക്കും മഴ മാറി. ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ വരെ മഴയാ. അവനെ വളം അങ്ങോട്ട് നീക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ കൃഷി മുഴുവൻ അങ്ങോട്ട് നീക്കി കുറച്ചും കൂടി മുന്നോട്ട് നീക്കേണ്ടി വന്നു. എന്നാൽ ഈ കൃഷികൾ അങ്ങനെ നീക്കുമ്പോൾ അതിൻ്റെ മേനി ഉണ്ടോയെന്ന് ചോദിച്ചില്ല. അന്നത്തെ അത്ര ഗുണം ഉണ്ടാവില്ല, ഗുണവും കുറഞ്ഞു. അങ്ങനെയുള്ള മാറ്റങ്ങളും വരാൻ തുടങ്ങി. എന്താണ് ഈ ഒരു കാര്യം, പഴമയിലാണ് കൃഷിപാടം കൊണ്ട് സുഖം. ഇന്ന് കൃഷിപാടം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ടെക്നോളജിയിൽ കൂടി മാത്രമേ ഇന്ന് കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ രാസവളങ്ങൾ, കീടനാശിനികൾ, അമിതമായ രാസവളം, അമിതമായ കീടനാശിനി ഉപയോഗിച്ചാൽ മാത്രമേ ഇന്നത്തെ വിളവ് സംരക്ഷിക്കാൻ പറ്റൂ. എന്നിട്ട് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. പത്മശ്രീ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു അംഗീകാരം വരുന്നത് നല്ലതല്ലേ. കാരണം പത്മശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൻ്റെ അല്ല, അത് ഇന്ത്യൻ്റെ ഒരു അംഗീകാരമാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു അംഗീകാരമാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു അംഗീകാരം വരുമ്പോൾ പിന്നെ നമ്മളെ പിന്നെ മറ്റുള്ള ആളുകൾ ജനങ്ങൾ അംഗീകരിക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ബഹുമാനം, ഒരു ആദരവ് നമുക്ക് കിട്ടും എന്നൊരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് കാലത്ത് പിന്നെ കുട്ടികൾ പഠിക്കുന്നത് അമ്മയും അച്ഛനും പാടത്ത് പോകുമ്പം കുട്ടികളും പുറകെ പോകും. കുട്ടികൾ പോയിട്ട് പറമ്പത്തേടെ നിൽക്കും, പാടത്ത് എവിടെയും പോയി കളിക്കുമ്പം അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നുണ്ട് എന്ന് കുട്ടികൾ നോക്കും. ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മൾ അച്ഛനും അമ്മയും പറയും, മോനെ നീ വയലിലൊന്ന് പോകണം, വിത്തിട്ടുണ്ട്, പക്ഷി വീഴും, പക്ഷി തിന്നാൻ വരും, അതിന് ഓടിക്കാൻ പോകണം. അപ്പം നമ്മളവിടെ പോകും. അവൻ നമ്മളവിടെ പോയിട്ട് ഒരു കൊട്ടയെടുത്തിട്ട് വലിയ തല്ലിക്കൊണ്ട് അവിടെ ഇരിക്കും, ഓടിക്കാൻ വേണ്ടി, തിന്നോ പാട്ടയോ വെച്ചിട്ട്. അപ്പം അങ്ങനെ നമ്മൾ പോകും. അങ്ങനെ പോകുമ്പോൾ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നത് അത് നോക്കി ഇവൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നും. അച്ഛൻ തൂമ്പെടുത്ത് കൂടുമ്പോൾ ഞാനും തൂമ്പെടുക്കും, അമ്മ ഞാറ് പറിക്കാൻ പോകുമ്പോൾ ഞാനും പോകും, പറിക്കും. അങ്ങനെ കണ്ടും കേട്ടുമാണ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള പഠിക്കലാണ്, നമ്മൾ അനുകരണമാണ്. ഇതൊക്കെ എല്ലാം അനുകരിച്ച് വരികയാണ്. പക്ഷേ ഈ നേരെ മറിച്ച് ഇന്നിപ്പോൾ എന്താ സ്ഥിതി, അത്തരം കുട്ടികളെ മുഴുവനും
UKGയും LKGയും പറഞ്ഞ് കൊണ്ടുവിടും അല്ലേ, അംഗൻവാടിയിൽ. അപ്പം ഈ കൃഷിപാഠം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അവർ അറിയുന്നില്ല, കാണുന്നുമില്ല. പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിള്ളേർക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ദൗത്യം. ഞാനിപ്പം കുട്ടികളോട്, വിദ്യാർത്ഥികളോട്, കോളേജിലാണെങ്കിലും LP UPകളൊക്കെ പിന്നെ രക്ഷിതാക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളെ മക്കളെ കൃഷിപാഠം നിർബന്ധമായി പഠിപ്പിക്കണം. അവൻ്റെ ഭക്ഷണത്തിന് അവൻ കൈകാര്യം ചെയ്യണം, അവൻ പഠിക്കണം, അവൻ്റെ ഭക്ഷണം ഏതാണെന്ന് അവൻ തീരുമാനിക്കണം എന്ന് ഞാൻ നിർബന്ധമായും പറയാറുണ്ട്. മാത്രമല്ല നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിനോട് വരെ ഞാനിങ്ങനെ പറയാറുണ്ട്. കാരണം നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ കാര്യമായി ചെയ്യേണ്ടത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇത് മൂന്നാണ് നമുക്ക് മനുഷ്യർക്ക് മർമ്മപ്രധാനമാണ്. ഇത് മൂന്നെണ്ണം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ 140 കോടി ജനമുണ്ടെങ്കിലും ആരും വെറുതെ ഇരിക്കരുത്. എല്ലാവരും ഓരോരുത്തർക്ക് പറ്റുന്ന തൊഴിലുകളും അറിവുകളും സമ്പാദിച്ച് നമ്മളെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് തന്നെയാണ് ജയ് ജവാൻ ജയ് കിസാൻ ആ മുദ്രാവാക്യം.